കെ.പി. ഉണ്ണികൃഷ്ണൻ ഓർമ്മയാവുകയാണ്. ഒരു കാലത്തിന്റെ രാഷ്ട്രീയ സന്നിഗ്ധതകളെ, കോളിളക്കങ്ങളെ, ആശയ പോരാട്ടങ്ങളെ ഒക്കെ നിയന്ത്രിച്ച ജീവിതമായിരുന്നു ഉണ്ണികൃഷ്ണൻ്റേത്. ഡൽഹി തട്ടകമാക്കി പത്രപ്രവർത്തനവും രാഷ്ട്രീയ ജീവിതവും തുടങ്ങിയ ഉണ്ണികൃഷ്ണൻ അടിമുടി കോൺഗ്രസ് ആയിരുന്നു. ഒരു ഘട്ടത്തിൽ ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തൻ എന്ന പദവി പോലും ഉണ്ണികൃഷ്ണന് കൈവന്നു. 1975 ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇരുണ്ട ഏടായിരുന്നല്ലോ. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടുകൂടി കോൺഗ്രസിന്റെ ജനാധിപത്യ വിരുദ്ധ പൈശാചിക സ്വഭാവം ഇന്ത്യ കാണാൻ തുടങ്ങി. അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസിന്റെ പ്രധാന കശാപ്പുശാലകളിലൊന്ന് ഡൽഹിയായിരുന്നു. അതിന്റെ വാർത്തകളും വിവരങ്ങളും നേരിട്ടും അനുഭവിച്ചും ഉണ്ണികൃഷ്ണൻ ഇന്ദിരാ വിരുദ്ധനായി. വൈകാതെ കോൺഗ്രസ് വിരുദ്ധനായി. വടകരയിൽ നിന്ന് ലോക്സഭ അംഗമായി കൊണ്ടിരിക്കെ ഉണ്ണികൃഷ്ണൻ പാർട്ടി വിട്ടു. കോൺഗ്രസ് എസിനൊപ്പം ചേർന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചു. 1991 കേരള രാഷ്ട്രീയത്തിന് മറക്കാനാവാത്ത നെറികേടിന്റെ വർഷമാണ്. ഇന്നും തുടരുന്ന നെറികേടിന്റെ ചരിത്രം. 91 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി വടകരയിൽ വീണ്ടും കെ.പി. ഉണ്ണികൃഷ്ണനെ മുന്നണി തീരുമാനിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ണികൃഷ്ണനെതിരെയായിരുന്നു കോലീബി സഖ്യം അവതരിച്ചത്. അഡ്വക്കേറ്റ് M. രത്നസിംഗ് കോലീബി സ്ഥാനാർത്ഥിയായി ഉണ്ണികൃഷ്ണനെ നേരിട്ടു. BJPക്കും UDFനും ഒറ്റ സ്ഥാനാർത്ഥി. കുവൈറ്റ് യുദ്ധകാലത്ത് ഉണ്ണികൃഷ്ണനൊപ്പം ബാഗ്ദാദിൽ പോയി മലയാളികളെ സുരക്ഷിതമായി കേരളത്തിലെത്തിക്കാൻ നേതൃത്വം നൽകിയ TK ഹംസ മത്സരിച്ച ബേപ്പൂരും കോലീബി സഖ്യം പരസ്യമായി അരങ്ങേറി. രാമജന്മഭൂമി മൂവ്മെന്റ് രാജ്യത്തെ കലാപ കലുഷിതമാക്കിക്കൊണ്ടിരുന്ന കാലത്താണ് കോൺഗ്രസിന്റെയും ലീഗിന്റെയും മുൻകൈയിൽ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ പരസ്യമായ കോലീബി സഖ്യം അവതരിച്ചത് എന്നോർക്കണം. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതൊന്നും ആയിരുന്നില്ല ഈ കോലീബി. വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബേപ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മാത്രമല്ല, വാർഡ് മുതൽ ഇങ്ങോട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അങ്ങനെ ഒരു സഖ്യസാധ്യത തേടാൻ ഇക്കൂട്ടർ ശ്രമിച്ചിരുന്നു. കോൺഗ്രസ്, ലീഗ്, BJP നേതൃത്വങ്ങൾ തമ്മിൽ ഏറെക്കാലമായി നടത്തിയ ചർച്ചകളുടെ പരിസമാപ്തിയായിരുന്നു കോലീബി സഖ്യം. 90കൾ പോലെ പരിവാർ അത്രയും അഗ്രസീവായി ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞിരുന്ന കാലത്ത് പോലും RSS BJPയെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ പരസ്യമായി ആശ്ലേഷിക്കാൻ ഒരെളുപ്പും കോൺഗ്രസ് ലീഗ് നേതൃത്വങ്ങൾക്കുണ്ടായിരുന്നില്ല. ബേപ്പൂരിനും വടകരയ്ക്കും പുറമെ മഞ്ചേശ്വരത്ത് KG മാരാർ, തിരുവനന്തപുരം ഈസ്റ്റിൽ K. രാമൻപിള്ള, തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ O. രാജഗോപാൽ എന്നീ BJP സ്ഥാനാർത്ഥികൾക്കും UDF രഹസ്യ പിന്തുണ നൽകാൻ ധാരണയിലെത്തി. പകരം ബാക്കി മുഴുവൻ മണ്ഡലങ്ങളിലും BJP വോട്ടുകൾ UDFന് നൽകും എന്നതായിരുന്നു ഡീൽ. BJP സഹായത്തിൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചെങ്കിലും പരസ്യ കോലീബി സഖ്യത്തെ കേരളം തൂത്തെറിഞ്ഞു. വടകരയിലെയും ബേപ്പൂരിലെയും ജനത തങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത തെളിയിച്ചു. ഇടതുപക്ഷത്തിനും ഉണ്ണികൃഷ്ണനുമായിരുന്നു വടകരയിലെ ജയം. കോൺഗ്രസ് ഹിന്ദുത്വ ആശയങ്ങൾക്ക് അടിപ്പെട്ടെന്ന് തുറന്നു പറഞ്ഞ കോൺഗ്രസ് നേതാവ് കൂടിയായിരുന്നു ഉണ്ണികൃഷ്ണൻ. ഇന്നും തുടരുന്ന BJP ബാന്ധവത്തെ പണ്ടേ എതിർത്ത ഒരാൾ. ഉണ്ണികൃഷ്ണൻ ഇറങ്ങിപ്പോകുമ്പോഴും രാഷ്ട്രീയ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ്. ഉണ്ണികൃഷ്ണൻ ബാക്കിയാക്കിയ ആശങ്കകളും. നാൾക്കുനാൾ BJPക്ക് അടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ അധപ്പതിച്ച രാഷ്ട്രീയം ഡെമോക്ലിസിന്റെ വാള് പോലെ കേരള പൊതുമണ്ഡലത്തിൽ തൂങ്ങി തന്നെ നിൽക്കുകയാണ്.